ദാ ഹരിയേട്ടാ ചായ. തള്ള സാലറി മൊത്തം വാങ്ങിയെടുത്ത മട്ടുണ്ടല്ലോ കണ്ടിട്ട്. ഹരിയേട്ടാ, എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണം. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, നീ വാങ്ങിച്ചോ. നിനക്കിപ്പോ എന്താണ് ഇത്ര കാശിന് ആവശ്യം? ചുമ്മാ അനാവശ്യ ചെലവായിട്ട് അവൾ അങ്ങ് ഇറങ്ങിക്കോളും. അനാവശ്യ സാധനങ്ങളൊന്നും അല്ലമ്മേ. എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ മേടിക്കാനുണ്ട്. ആ, നിന്റെ ആവശ്യം എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ. നീ ആവശ്യം പറ, എന്നിട്ട് വേണം ഞാൻ നിനക്ക് കാശ് തരണോ വേണ്ടോ എന്ന് ആലോചിക്കാം. അമ്മേ, എന്റെ അടിവസ്ത്രങ്ങൾ പോലും കീറിയിരിക്കുക. എനിക്ക് അതൊക്കെ മേടിക്കണം. എന്റെ ദൈവമേ, എടി കഴിഞ്ഞ ഓണത്തിനല്ലേടി നിനക്ക് മൂന്നാലെണ്ണം ഞാൻ മേടിച്ചു തന്നത്. അത് ഇപ്പോഴത്തേനെ നീ അങ്ങ് കീറിയോ? നീ കൊള്ളാലോ, വർഷം ഒന്നായില്ല. അതിനു മുന്നേ അവൾക്ക് ഞാനൊന്നും പറയുന്നില്ല. ഒരു സാധനം നിനക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വയ്യല്ലേ? അതെങ്ങനെയാ? പൈസ അങ്ങ് ചെലവാക്കണമല്ലോ. എന്തായാലും തരാൻ പറ്റത്തില്ല. ഈ മാസം ചെലവ് കൂടുതലാ. ഒന്നാമത് ഈ മാസത്തെ കറണ്ട് ബില്ല് എത്രയാന്ന് നിനക്കറിയോ? അത് മാത്രമല്ല, ശശിയുടെ മോന്റെ കല്യാണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? നിനക്ക് ഇങ്ങനെ തന്നോണ്ടിരുന്നാ മതിയോ? ചുമ്മാ ഓരോ ദൂർത്തായിട്ട് അവൾ അങ്ങ് ഇറങ്ങിക്കോളും. ഹരിയേട്ടാ, ഞാൻ ഹരിയേട്ടനോട് നേരത്തെ പറഞ്ഞിരുന്നല്ലേ എനിക്ക് സാധനങ്ങൾ മേടിക്കണമെന്ന്. പിന്നെ എന്തിനാ ഫുൾ സാലറി അമ്മയുടെ കയ്യിൽ കൊടുത്തത്? ഞാനത് മറന്നുപോയി മീനാക്ഷി. അവനെ മാസം മാസം എന്റെ കയ്യിൽ കറക്റ്റ് സമയത്തിന് സാലറി കൊണ്ട് തരുന്നുണ്ടാ. അല്ലല്ലില്ലാതെ ഈ കുടുംബം അങ്ങ് കഴിഞ്ഞു പോകുന്നത്. ഓ, നിന്റെ കൈ കൊണ്ട് തന്ന കാണായിരുന്നു. പകുതി പോലും റൺ ചെയ്യത്തില്ലേ കുടുംബം. എടി, ദൂർത്തൊക്കെ കുറച്ച് കുറയ്ക്കേ. പിന്നെ ഇത് എന്റെ മോന്റെ പൈസയാ. നീ കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട. അമ്മേ, ഹരിയേട്ടൻ എന്റെ ഭർത്താവാ. ആ പൈസയിൽ എനിക്കും ഉണ്ട് അവകാശം. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെ അടുത്ത് കൈ നീട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാ. അതോ അമ്മ ചോദിച്ചാൽ കാശ് തരുമോ? എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കണ്ടേ? കൃത്യമായിട്ട് കണക്ക് ബോധിപ്പിച്ച അതേ പൈസ എണ്ണിത്തരും. അല്ലാതെ ഒന്നിനും തരത്തില്ലല്ലോ. എനിക്ക് ഇനി ഇത് സഹിക്കാൻ വയ്യമ്മേ. നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ സഹിച്ചു നിൽക്കാൻ? അയ്യോ, നീ ആളെ കൊള്ളാലോ. നീ ഒന്ന് പൊയ്ക്കേ, ഞാനൊന്ന് നോക്കട്ടെ നീ എന്താ ചെയ്യാൻ പോണത്. ഹരിയേട്ടനൊന്നും പറയാനില്ലേ? ഞാൻ എങ്ങനെയാ മീനാക്ഷി അമ്മയോട് എതിർത്ത് സംസാരിക്കുന്നത്? അമ്മ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഓരോന്ന് ചെയ്യുന്നത്. നീ ഒന്ന് അഡ്ജസ്റ്റ് ഇല്ല ഹരിയേട്ടാ, ഇനി സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. എടാ ഹരിക്കുട്ട, കണ്ടോ? നീ ജോലിക്ക് പോയ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യുമോടി? ഞാൻ ജോലിക്ക് ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ടേ പോവുള്ളമ്മേ. ഞാൻ ജോലിക്ക് പോകുന്നോണ്ട് ഇവിടെ ആരും ബുദ്ധിമുട്ടത്തില്ല.